യുവത്വം അപാര എനർജി ലെവലിന്റെ കാലഘട്ടമാണ്. ഈ എനർജി ലെവൽ ശരിയായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് 2018ലെയും 2019ലെയും വെള്ളപ്പൊക്കത്തിൽ നമ്മൾ യുവത്വത്തിന്റെ ഇൻവോൾവ്മെന്റിലൂടെ കണ്ടത്. 2024 വയനാടിനെ ഗ്രസിച്ച ചൂരൽമല മുണ്ടക്കൈ മേഖലകളെ ബാധിച്ച ഉരുൾപൊട്ടലിൽ യുവത്വത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്രയായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ എനർജി ലെവൽ തെറ്റായിട്ട് വഴിതിരിച്ചു വിടുന്നതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ലഹരി പ്രതിസന്ധിയിൽ അതിനെ തുടർന്നുള്ള ആക്രമണങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത്. കലാലയങ്ങളിലൊക്കെ പാഠ്യവിഷയങ്ങൾക്കൊപ്പം അർഹിക്കുന്ന പ്രാധാന്യം പാഠ്യേതര വിഷയങ്ങൾക്ക് നൽകേണ്ടിയിരിക്കുന്നു. നമ്മുടെ കലാലയങ്ങളുടെ സ്കൂളുകളിലെ കളിക്കളങ്ങൾ ഉടരേണ്ടിയിരിക്കുന്നു. നാടകവേദികൾ, അതുപോലെ ഡാൻസ് ക്ലബ്ബുകൾ, മ്യൂസിക് ബാൻഡുകളൊക്കെ കൂടുതൽ ശക്തമാകേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സാമൂഹികമായിട്ടുള്ള സേവന മേഖലകൾ കൂടുതലായിട്ട് തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങൾ തോറും കളിക്കളങ്ങളും ജിംനേഷ്യങ്ങളും കലാവേദികളുമൊക്കെ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഇത്തരം ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഈ ലഹരി വിപത്തിനെ നേരിടുന്നതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്.